നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തലൂർ ജനതാ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ ആദരിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടി. പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞ്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഒക്ടോബർ 6 ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് MA സുനിൽകുമാർ, തണൽ പ്രസിഡന്റ് MO ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് മുൻപേ വെയിൽ കൊണ്ട അവരുടെ തണൽ ഇപ്പോൾ അവർ കൊണ്ട വെയിൽ തണലായി അനുഭവപ്പെടുന്ന നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് അന്തസ്സോടെയുള്ള ഒരു ആഗ്രഹം സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ 3 പരിപാടികളാണ് നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം കൂടി നടത്തുന്നത്. ജില്ലയിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് ഇപ്പോൾ കൊടകര പഞ്ചായത്ത്. ചെറിയ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം 2ാം സ്ഥാനം. ഇതുപോലെ നല്ല നല്ല സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുകൂടാൻ കഴിയട്ടെ എന്നുള്ള ദീർഘായുസ്സും കൂടി നമ്മുടെ സംസാരം വേണ്ടിയിട്ടാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിജി കേരള നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് ഡിജിറ്റൽ കൊടകരയായിട്ട് ഡിജി കൊടകരയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രായമായ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാവരെയും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന രീതിയിൽ കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. സാക്ഷര കേരളം എന്ന് നമ്മൾ ആദ്യം സാക്ഷരതാ പ്രഖ്യാപനത്തിൽ പങ്കാളികളായ അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തലൂർ ജനതാ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിനാചരണം പഞ്ചായത്ത് അംഗം KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും അങ്ങനെ നോക്കാതിരിക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും ഇന്നൊട്ട് വീട്ടിൽ കാരണന്മാർക്ക് നല്ല രീതിയിൽ അവർക്ക് പരിചരണം കൊടുക്കണം. എത്ര ആൾക്കാരോട് പറയുന്നത് ആൾക്കാർ മോള് നോക്കണക്കാർ മോള് നോക്കണില്ല. സ്വന്തം മക്കൾ നോക്കണില്ല. ഇത് മരുമക്കളല്ല, മക്കൾ നോക്കാത്ത കാരണക്കുന്നത്. ഈ പഴയ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അമ്മയുടെ ആർക്കൂല, അമ്മയുടെ അമ്മയോ. പ്രധാനാധ്യാപിക NS അനില അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അജിമോൾ ഷാബു, MPTA പ്രസിഡന്റ് അശ്വതി, SSG ചെയർമാൻ മോഹനൻ വടക്കേടത്ത്, SSG വൈസ് ചെയർമാൻ TK പ്രദീപ്, സ്റ്റാഫ് സെക്രട്ടറി ആതിര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുത്തശ്ശിമാർ കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും വയോജന ദിനാഘോഷത്തിന് കൊഴുപ്പേകി. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 വൈകിട്ട് 6:45 നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, ഊരാളൻ പടിഞ്ഞാറംകുന്നത്ത് ജയസൂര്യ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം തെളിയിക്കും. ഇതോടനുബന്ധിച്ച യോഗം സീരിയൽ ആർട്ടിസ്റ്റ് ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്യും. ഗായിക വർഷ വിക്രം മുഖ്യാതിഥിയാകും.
ദേവസ്വം പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 7:30 രാധേയം നൃത്തവിദ്യാലയത്തിന്റെ രംഗപൂജ അരങ്ങേറും. കൂടാതെ വിജയദശമി ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂജവെപ്പ് നാളുകളിൽ ക്ഷേത്ര നടപ്പുരയിൽ ദേശത്തെ ഭക്തഗൃഹങ്ങളിൽ നിന്നും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്ന കായക്കുലകൾ പഴുപ്പിച്ച് വിതാനിക്കും. വിദ്യാരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് സംസ്കൃതം അധ്യാപകൻ എ ശങ്കരനാരായണൻ നേതൃത്വം നൽകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ, ഭരണസമിതി അംഗം VS വത്സകുമാർ, ഉണ്ണി പോറോത്ത് എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 3 വൈകുന്നേരം 6:45 ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയും അഴകത്ത് നാട്ടിൽ ഹരി നമ്പൂതിരിയും ക്ഷേത്രം മൂലായ്മ ജയസൂര്യ നമ്പൂതിരിയും കൂടി ഭദ്രദീപം തെളിയിക്കുന്നു. ഈ വർഷവും വിപുലമായിട്ട് തന്നെയാണ് ആഘോഷം. എല്ലാ ദിവസങ്ങളിലും ഇത്തവണ 10 ദിവസം നവരാത്രി അല്ല, ദശരാത്രി ആയിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചുപൂജ 2 ദിവസം ഉണ്ട്. പണ്ടത് 1 ദിവസമായിരുന്നു. അതുകൊണ്ട് 3-ാം തീയതി തുടങ്ങി 13-ാം തീയതി വരെ നവരാത്രി മഹോത്സവം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടി. പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞ്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ മലയാളികൾ ചെണ്ടുമല്ലി പൂക്കളെ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇവയ്ക്ക് ഡിമാൻഡ് ഏറി. അടുത്ത കാലത്തായി വരവു പൂക്കളെ ആശ്രയിക്കുന്നതിന് പകരം നാട്ടിൻപുറങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി. കുടുംബശ്രീയും ചെറുകിട കർഷകരും ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചതോടെ പൂക്കളങ്ങൾ തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കൾ കൈയടക്കി വന്നു. എന്നാൽ ഇത്തവണ ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരെയും സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഓണത്തിനായി കർഷകർ കൃഷി ചെയ്തത്. അത്തത്തിന് മുൻപേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് വിളവെടുപ്പിന് പാകമായി. എന്നാൽ ഓറഞ്ച് പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്. വരന്തരപ്പള്ളി അമ്മുക്കുളത്ത് ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി നടത്തിയ ചക്കേരി വീട്ടിൽ ലീല, തേർമഠം ഓമന എന്നിവരുടെ ഓറഞ്ച് പൂക്കളും വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്. പൊലിമ പുതുക്കാട് പദ്ധതിയിലെ പുഷ്പഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 1500 ഹൈബ്രിഡ് ചെടികളാണ് കൃഷി വകുപ്പിൽ നിന്ന് വാങ്ങിയത്. ഒരേ സമയം കൃഷി ചെയ്തതിൽ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ഓറഞ്ച് ചെടികൾ മുട്ടിട്ട് നിൽക്കുകയും ചെയ്തതോടെ കാരണം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി കർഷകർക്ക് ലഭിച്ചില്ല. ഓണം കഴിഞ്ഞതോടെ പൂക്കൾ വിൽപ്പന നടത്താൻ ഇവർ ഏറെ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾക്ക് കിലോയ്ക്ക് 150 രൂപയിലേറെ വിലയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ 20 രൂപയ്ക്ക് പോലും പൂക്കൾ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയായി. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന പൂക്കൾ 4 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ലെന്നുമാണ് പൂക്കടക്കാർ പറയുന്നത്. നിശ്ചിത കാലത്തേക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി നടത്തിയ കർഷകർക്ക് ഭൂമി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും പൂക്കൾ വിറ്റുപോകാത്തത് തിരിച്ചടിയാവുകയാണ്. തദ്ദേശീയമായി കൃഷി നടത്തുന്ന കർഷകരുടെ പൂക്കൾ ന്യായമായ വിലയ്ക്ക് വിൽപ്പന നടത്താൻ വിപണി ഒരുക്കണമെന്നാണ് കർഷകർ പറയുന്നത്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ പറിച്ചു കളയാനും കർഷകർക്ക് മനസ്സ് വരുന്നില്ല. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം 6 വൈകിട്ട് 6 ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച OS ദേവിദത്തൻ, OV ആദിത്യ കൃഷ്ണ, അഭിനവ് സുരേഷ്, ആദിത്യൻ സുധീഷ്, ഭഗവത് സുധീഷ്, S അഖിൽരാജ്, KS അശ്വിൻ കൃഷ്ണ, അശ്വിൻ PS, S അനിരുദ്ധരാജ്, PL അതുൽ കൃഷ്ണ, ES ആയുസ്, ധ്യാൻ B കൈലാസ്, ദേവേശ്വർ വിജിൽ, PB ഭരത് കൃഷ്ണ, ശബരി കൃഷ്ണപ്രസാദ്, ശ്രീഹരി ദിനേഷ്, PS ദേവദത്ത്, PB വിവേക്, ES ധനുസ്, KP സൂര്യദേവ്, മഹാദേവ് ബിനോജ്, KS അനന്തു കൃഷ്ണൻ, VN ചന്ദ്രൻ, PS ഹരിദാസ് എന്നിങ്ങനെ 24 പേരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിക്കയറുന്നത്. അരങ്ങേറ്റ മേളത്തിന് കുറുംകുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയ്ക്ക് യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് പത്മകുമാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ 80-ൽ പരം സഹമേളക്കാർ പങ്കെടുക്കും. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പഞ്ചാരി മേള പരിശീലന കളരിയുടെ പുതിയ ബാച്ച് വിജയദശമി ദിനമായ ഒക്ടോബർ 13 രാവിലെ 8 പുത്തുക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിക്കും.
ആൺ പെൺ വ്യത്യാസമില്ലാതെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ചേരാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമ്പർ 8281428862. അടുത്ത നമ്പർ 9447918521. അടുത്ത നമ്പർ 7034222494. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് PM നാരായണമാരാർ, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് തൊറവ്, ജയകൃഷ്ണൻ കാവിൽ എന്നിവർ പങ്കെടുത്തു. മേളകല സംഗീത സമിതി കഴിഞ്ഞ വിജയദശമി ദിവസം പുത്തുക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ച മേളകല പരിശീലന കളരിയുടെ അരങ്ങേറ്റം ഈ വർഷം 2024 ഒക്ടോബർ 6 പുത്തുക്കാവ് ദേവീക്ഷേത്ര നടപ്പുരയിൽ വെച്ച് അതിവിപുലമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്കൂറോളം അരങ്ങേറ്റ മേള ഉണ്ടാവും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് ഈ പഞ്ചാരി മേളത്തിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഭദ്രദീപം തെളിയിക്കുന്നത്. അത് വൈകിട്ട് 24 കുട്ടികളുടെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട് വലിയൊരു വിപുലമായിട്ടുള്ള പരിപാടിയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒക്ടോബർ 2 മുതൽ 17 വരെ നീണ്ടുനിൽക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പുല്ലൂർ പൊതുമ്പുചിറ പരിസരം വൃത്തിയാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി. അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ പങ്കാളിത്തത്തോടെ പൊതുമ്പുചിറ പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും ശുചിത്വ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക ഘട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നത്. പൊതുമ്പുചിറ ടേക്ക് എ ബ്രേക്കിന് സമീപത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജസ്റ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ അധ്യക്ഷത വഹിച്ചു. NSS ലീഡർമാരായ അർജുൻ R, ആദിയ CG, ഗൈഡ്സ് ലീഡർമാരായ കീർത്തന AM, ഏബൽ അരിക്കാട്ട് എന്നിവർ ക്ലീനിങ്ങിന് നേതൃത്വം നൽകി. ശുചിത്വ സന്ദേശം എഴുതിയും പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചും നടത്തുന്ന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. സ്കൂൾ മാനേജർ കൃഷ്ണൻ നമ്പൂതിരി, പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ, നിഖിത അനൂപ്, സ്കൂൾ മാനേജ്മെന്റ് അംഗമായ AC സുരേഷ്, NSS കോർഡിനേറ്റർ S സുധീർ, സ്കൗട്ട് കോർഡിനേറ്റർ PL ബിബി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KB ജോഷി, നിറവ് കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, VEO തനൂജ KM, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിൽജി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് പഞ്ചായത്ത് അംഗം സേവ്യർ ആളൂക്കാരൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ജസീന്ത KP നന്ദിയും പറഞ്ഞു. സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ അവർ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഘട്ടം ഘട്ടമായി 100 കണക്കിന് വീടുകളും സ്ഥാപനങ്ങളും നമ്മുടെ പഞ്ചായത്തിലെ ഹരിത സ്ഥാപനങ്ങളായി മാറ്റുകയും അതുവഴിയായി മാലിന്യമുണ്ടാക്കുന്ന വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ആചാര്യവരണവും ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണവും വൈകിട്ട് 7-ന് ഇരിഞ്ഞാലക്കുട അമൃതവർഷിണി അവതരിപ്പിക്കുന്ന ഭക്തിഗാന മഞ്ജരിയും ഉണ്ടായി. കൊളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. യജ്ഞം ഒക്ടോബർ 10-ന് വ്യാഴാഴ്ച സമാപിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടപ്പാവാതെ മാറ്റിവച്ചിരിക്കുന്ന വയോജന ബിൽ ഈ നിയമസഭയിലെങ്കിലും പാസ്സാക്കണമെന്ന് മറ്റത്തൂർ പെൻഷനേഴ്സ് യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. T. ബാലകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. VM ഹംസ, ഡോക്ടർ ഫെഞ്ചിൻ ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. ചർച്ചയിൽ PV പത്മനാഭൻ, IR ബാലകൃഷ്ണൻ, P. വേണുഗോപാൽ, PS സുരേന്ദ്രൻ, KR ശശികുമാർ, PS രാമകൃഷ്ണൻ, വിജയൻ മുണ്ടക്കൽ എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം മണ്ണാഞ്ചേരി പരേതനായ നീലകണ്ഠൻ നായർ ഭാര്യ അംബിക 82 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8:30-ന് പാറമേക്കാവ് ശാന്തി ഘട്ടിൽ. ശ്രീദേവി, രാജശ്രീ എന്നിവർ മക്കളും രാജഗോപാലൻ, സതീശൻ എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തലൂർ ജനതാ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ ആദരിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടി. പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞ്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഒക്ടോബർ 6 ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.